നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക മുൻകൈ എടുക്കുന്നതും ഇറാൻ്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകളിലും പവർ പ്ലാന്റുകളിലും അടുത്ത 5 ദിവസത്തേക്ക് അമേരിക്ക ആക്രമണം നടത്തില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതും മൂലം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് 1.8%, S&P 1.4%, നാസ്ഡാക്ക് 1.6% ഉയർന്നു. കൂടാതെ ക്രൂഡിൻ്റെ പ്രൈസിൽ ഗണ്യമായ ഇടിവ് വരികയും ചെയ്തു. ബ്രന്റ് ക്രൂഡിൻ്റെ വില 14% ഇടിയുകയും കഴിഞ്ഞ ദിവസം $100 പെർ ബാരൽ എന്ന ലെവലിന് താഴെ എത്തുകയും ചെയ്തു. പിന്നീട് ബ്രന്റ് ക്രൂഡിൻ്റെ വില $100 മുകളിൽ എന്നാൽ $100 അടുത്തായിട്ടാണ് സെറ്റിലായിരിക്കുന്നത്. 5 ദിവസത്തേക്ക് അമേരിക്ക ഇറാന് മുകളിൽ ആക്രമണം നടത്താതിരിക്കുന്നത് ഗ്രാജ്വലി യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് വഴി തെളിയിക്കും എന്നുള്ള സൂചനയാണ് അമേരിക്കയിൽ നിന്നും നൽകുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലുടനീളം പ്രകടമായിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ US-ൻ്റെയും ഇറാൻ്റെയും ജോയിൻ്റ് കൺട്രോളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ലോകത്തെ തന്നെ ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും 1/5 ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന നയതന്ത്ര പ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ സാന്നിധ്യമാണ് അമേരിക്ക ഈ യുദ്ധം കൊണ്ട് നേടിയെടുത്തത്. ഈ ഒരു ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നിഫ്റ്റി ഇന്ത്യൻ മാർക്കറ്റ് അതായത് നിഫ്റ്റി ഏകദേശം 22,500 മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയേക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ കനത്ത സെല്ലിംഗ് പ്രഷറും ഇൻഡെക്സ് ഓവർസോൾഡ് സോണിലേക്ക് കടക്കുകയും ചെയ്തതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിംഗ് വരാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം നിഫ്റ്റി 2.5% ഇടിഞ്ഞ് 22,512 ക്ലോസിംഗ് നൽകിയത്. ഏറ്റവും കനത്ത സെല്ലിംഗ് വന്നത് മെറ്റൽ സെക്ടറിലായിരുന്നു. മെറ്റൽ സെക്ടർ 4.8% ഇടിയുകയും ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മാർച്ച് മാസത്തിൽ ഏകദേശം 93,000 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. 2024 ഒക്ടോബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും കനത്ത സെല്ലിംഗ് ആണ് ഈ മാസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി 750 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അസ്ട്രൽ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ അൽ അസീസ് പ്ലാസ്റ്റിക്സ് നിർമ്മിച്ച മൾട്ടി പോർട്ട് വാട്ടർ ഔട്ട്ലെറ്റിന് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും പേറ്റൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ DCX സിസ്റ്റം എന്ന കമ്പനിക്ക് കേബിൾ ആൻഡ് വയർ ഹാർനസ് സബ് അസംബ്ലി സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 14 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. GR ഇൻഫ്രാ പ്രൊജക്ട്സ് എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 2,440 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വിപ്രോ എന്ന കമ്പനി അതിൻ്റെ പ്രവർത്തനം സൗത്ത് കൊറിയയിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. PVR അയണോക്സ് ഡൽഹിയിൽ 3 സ്ക്രീനുള്ള ഒരു മൾട്ടിപ്ലക്സ് ഓപ്പൺ ചെയ്യുകയും 1,802 സ്ക്രീനുകൾ എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് NBCC ആണ്. NBCCക്ക് 58 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കോൾ ഇന്ത്യയുടെ സബ്സിഡറി കമ്പനിയായ മഹാനദി കോൾഫീൽഡ് ലിമിറ്റഡിൻ്റെ 25% സ്റ്റേക്ക് ഡൈവസ്റ്റ് ചെയ്യാൻ കോൾ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. CESC എന്ന കമ്പനി ഒരു സബ്സിഡറി കമ്പനി പൂർവ പവർ എഡ്ജ് എന്ന പേരിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ IRFC എന്ന കമ്പനി HURLന് വേണ്ടി 12,842 കോടി രൂപ റീഫിനാൻസ് ചെയ്യാൻ തീരുമാനിച്ചു. ബിർള കമ്മീഷൻ കുന്ദൻഗഞ്ചിൽ അതിൻ്റെ പുതിയ പ്രൊഡക്ഷൻ ലൈനിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അവന്യൂ സൂപ്പർ മാർട്ട് ഭോപ്പാലിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 467 ഉയർത്തിയിട്ടുണ്ട്. IRB ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി 1:1 എന്ന IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പർ എന്ന കമ്പനി 1:1 എന്ന റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിരുന്നു. ഈ ബോണസ് ഇഷ്യൂവിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഏപ്രിൽ 1 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് സ്മാർട്ട് ഇന്ത്യ ഡൽഹിയിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോണിക് സ്മാർട്ട് ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. KPIT ടെക്നോളജി എൻഡ്രീം എന്ന സബ്സിഡറി കമ്പനിയുടെ 25% സ്റ്റേക്ക് അക്വയർ ചെയ്യുകയും ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 90% ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ACMI സോളാർ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. ACMI സോളാറിൻ്റെ 95 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പ്രോജക്റ്റിൻ്റെ 60 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഫസ്റ്റ് ഫേസ് കമ്പനി കമ്മീഷൻ ചെയ്യുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ACMI സോളാർ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.